സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി വന്നേച്ച് രേവതിയോട് പറയുന്നുണ്ട്, കുറച്ച് പൂവൊക്കെ എനിക്ക് വേണം എന്ന് പറയുന്നു. അപ്പം രേവതി ചോദിക്കുന്നു, അമ്മ അത് പൂവെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് രേവതി പറഞ്ഞു, അമ്മ അത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളത് അമ്മ എന്ന് പറയുന്നു. അപ്പോൾ പറയും, അതിൻ്റെ പൈസ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ഇന്ന് സുധിയുടെയും ഫസ്റ്റ് നൈറ്റാണ്. അപ്പോൾ അവരുടെ റൂമൊക്കെ അലങ്കരിക്കാൻ നീ കുറച്ച് പൂവൊക്കെ കൊണ്ട് അലങ്കരിക്കാൻ പറയുവാണ്. അപ്പോഴത്തേക്കും പറയാം, അമ്മ ഈ പൂവിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അമ്മ, അത് സ്ഥിരം കുറച്ച് കസ്റ്റമറുണ്ട്, അവർക്ക് വേണ്ടി കൊടുക്കണം അമ്മ എന്ന് പറയുന്നു. നിനക്ക് പൈസയല്ലേ ആവശ്യം, നിനക്ക് ഞാൻ പൈസ തരാമെന്ന് പറയുന്നു. അമ്മ എനിക്ക് പൈസയല്ല. ഓ പൈസയല്ലേ, പൂ വിറ്റ് നടക്കുന്നവർക്ക് പിന്നെ പൈസയല്ലേ അത്യാഗ്രഹം, എവിടെ പൈസ ഉണ്ടായാലും കമന്ന് വീഴൂലോ നീ, പൈസ ഇല്ല, നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിനെ ഭയങ്കരമായിട്ട് കളിയാക്കുവാണ്. ഇതൊക്കെ കേട്ടിട്ടാട്ടോ അവരുടെ അച്ഛമ്മ വരുന്നത്. അച്ഛമ്മ വന്ന് ചോദിക്കുക, എന്താന്ന് ചോദിക്കുമ്പോഴേക്കും കുറച്ച് പൂക്കൾ ശ്രുതിയുടെ റൂമിൽ വെക്കണം എന്ന് ഞാൻ പറഞ്ഞ ആ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു. ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണല്ലേ എന്നുള്ള കാര്യം ഇങ്ങനെ പറയുക കേട്ടോ. അതിനുവേണ്ടി എല്ലാം ഒരുക്കണം. ശരിയാ. പിന്നെ ഇന്ന് നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും കൂടെ വേണം ഒരുക്കണം എന്ന് പറയുന്നു ശാന്തി മുഹൂർത്തം. അപ്പോഴത്തേക്കും ഇന്നത് വേണം മോളെ എന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നു, നിങ്ങളുടെ കല്യാണം അല്ലേ ആദ്യം നടന്നത്, അതുകൊണ്ട് ഇന്നത് നമുക്ക് നടത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറയാം, അമ്മ അവരുടെ അച്ഛമ്മയോട് പറയാം, വേണ്ട അച്ഛമ്മ, ഞങ്ങൾക്കത് നടത്തണമെന്നില്ല. കാരണം ആ ശാന്തി മുഹൂർത്തം നടത്തിയില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് തന്നെ സ്വീകരിച്ചു. എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലായി. ആ മനസ്സ് കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ശാന്തി മുഹൂർത്തമൊന്നും വേണ്ട എന്ന് ഇങ്ങനെ രേവതി പറയുകയാണ് അവരുടെ അച്ഛമ്മയോട്. അപ്പോൾ അച്ഛമ്മ പറയും, എന്താണേലും അത് നടത്തണം, നിങ്ങളുടെ ആ ചടങ്ങും കൂടെ കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്, അല്ലാതെ കല്യാണം മാത്രം കൂടാൻ വേണ്ടിയല്ല ഞാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, ശരി, അത് നമുക്ക് പിന്നെ നടത്താം, ഇപ്പം നടത്തണ്ട. ഒരു ദിവസം 2 പരിപാടി നടത്തിക്കഴിഞ്ഞാൽ ഒരു പരിപാടി എന്താണേലും കുളവാകും. എൻ്റെ മക്കളല്ലേ, അത് ഞാൻ നടത്തിക്കൊള്ളാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയും, നിൻ്റെ മക്കളോ, ആ കാര്യമൊക്കെ ഞങ്ങളിവിടെ കണ്ടതാണ്, നീ എന്തിനാണിപ്പോൾ പറയുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അത് നടക്കാതിരിക്കാനല്ലേ ചന്ദ്രമതി ഇത് മനസ്സിലിരിപ്പെന്ന് ആ അച്ഛമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. അതേ സമയം ശ്രുതി പറയാം, എന്നാൽ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ഞങ്ങൾക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം, ഇന്ന് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി അതും കേട്ടുകൊണ്ട് പറയുന്നത്, എന്താണ് ഈ പറയുന്നത്, ഇന്ന് തന്നെ നടത്തണം എന്നൊക്കെ പറയാം കേട്ടോ. അത് പറ്റത്തില്ല, ഇന്ന് തന്നെ നടത്തണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി. അപ്പോഴത്തേക്കും ചന്ദ്രമതിയും പറയാം, ശരിയാ മോളെ, അത് എപ്പോഴേലും നടത്തേണ്ട കാര്യമല്ല, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് അന്ന് തന്നെ നടത്തണം, അത് പിന്നെ എപ്പോഴേലും നടത്തുന്നതുകൊണ്ട് അതിന് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് പറയും, മോനും നിങ്ങൾ റൂമിലേക്ക് ചെല്ലും, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതിന് ശ്രുതിയും കൂടെ റൂമിലേക്ക് പോവുകയാണ്. രേവതിയോട് ചന്ദ്രമതി പറയുകയാണ്, നീ പോയി അവർക്ക് വേണ്ട പാല് തിളപ്പിച്ചുകൊണ്ട് വെക്കാൻ പറയുന്നു. അങ്ങനെ പാല് തിളപ്പിച്ച് അവരുടെ റൂമിലേക്ക് കൊണ്ടു കൊടുക്കാൻ ചെല്ലും കേട്ടോ. അന്നേരപ്പോഴത്തേക്കുമാണ് ചന്ദ്രമതി ഇത് കാണുന്നത്. അപ്പോൾ ചന്ദ്രമതി ദേഷ്യപ്പെടും, നീ എന്തിനാ അവരുടെ റൂമിലേക്ക് പോകുന്നത്, ശ്രുതിയുടെയും വെട്ടത്ത് പോലും നീ പോകരുത്, കൺവെട്ടത്ത് പോലും പോകരുത്, നിൻ്റെ ഗതി വരും അവർക്ക്, അറ്റവും എത്താതെ നിൻ്റെ ജീവിതം ഇപ്പോഴും കിടക്കുമല്ലേ, അതുപോലെ ആവരുത് എന്നെ ശ്രുതിമോളുടെ ജീവിതവും എന്നും പറഞ്ഞിട്ട് നീ അവളുടെ മുന്നിൽ ചെല്ലരുത്, നിൻ്റെ പോലത്തെ ജീവിതമായി പോകും അവളുടേതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്ക് പറയാണ് രേവതി പിന്നെ അവിടെ നിന്ന് പോകുക കേട്ടോ. എന്നിട്ട് ആ പാലും മേടിച്ചിട്ട് ചന്ദ്രമതി ചെല്ലുവാണ്. അപ്പോൾ ചന്ദ്രമതി റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ചന്ദ്രമതിനെ കാണുമ്പോഴത്തേക്കും ശ്രുതി പറയാം, അമ്മ എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ, അമ്മ അമ്മ കാരണം എനിക്കിന്ന് ഈ ജീവിതം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് കരയും. എനിക്കിപ്പോൾ ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലായി, എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാവരും എനിക്ക് തന്നത് അമ്മയാന്ന് പറയുന്നു. അമ്മ, എനിക്ക് അതിന് നന്ദിയുണ്ട് അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയാണ്, ഞാൻ നിന്നോടാ മോളെ നന്ദി പറയേണ്ടത്, നിന്നെ എൻ്റെ മോളായി കിട്ടിയില്ലേ, നിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളായി കിട്ടിയില്ലേ, അതുകൊണ്ട് നിന്നെപ്പോലൊരു മോളെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാട്ടോ. ശ്രുതിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നതാണ് ചന്ദ്രമതി. സച്ചി വരുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അന്നേരം സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇന്ന് ഇത്ര ലേറ്റ് ആയേന്ന് സച്ചിയുടെ അച്ഛൻ ചോദിക്കുക. അന്നേരം പറയും, എനിക്കിന്ന് കുറേ ഓട്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നു. അവർ പറയാം, എന്നാൽ നീ ചെന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, രേവതി നിന്നെ കാത്തിരിക്കുമല്ല എന്ന് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ രേവതിയോട് ചോദിച്ചിട്ടാണ് കഴിച്ചതെന്ന് പറയുന്നു. അങ്ങനെ രേവതിയോട് ചോദിക്കുന്നു. അപ്പോൾ രേവതി അതേന്നൊക്കെ പറയുന്നു.
പിന്നെ അപ്പോൾ പറയാം മോൻ പറയുന്നേക്കായി വിശ്വാസം മരുമോള് പറയുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അതിന് പറയും ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തമാണെന്നുള്ള കാര്യം പറയും. ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തമാണ്, ആ പെണ്ണ് വല്ല വഴിക്കും ഇറങ്ങി ഓടിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സുധീനെയൊക്കെ ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ സച്ചി സംസാരിക്കുകയാണ്. അപ്പോൾ പറയും നിങ്ങളുടേത് നടത്തണം. അപ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്നാൽ കുടത്തിൽ കയറ്റിട്ടെടുത്ത് അതില്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എന്നൊക്കെ പറയുക. അവരുടെ അച്ഛമ്മ പറയുന്നത് ഇന്ന് നിങ്ങളുടെ കുറേ ചടങ്ങുകൾ നടത്താണ്ട്, അതുകൂടെ നമുക്ക് നടത്താം എന്ന് പറയുന്നിട്ട് പറയും സച്ചി നീ വേഗം പോയി ഒരു കുടത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയുകയൊക്കെ ചെയ്യുന്നതാണ്. എന്നിട്ട് അവരുടേത് അങ്ങനെ കുടത്തിൽ അവർ മോതിരം ഇട്ടിട്ട് രണ്ടുപേരും കൂടെ കൈയിട്ട് തപ്പിയെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി കിട്ടി എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും പറയും സച്ചിക്ക് കിട്ടിയില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ അച്ഛൻ പറയടാ മോള് നിനക്ക് വേണ്ടി വിട്ട് തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അവരുടെ ആ ചടങ്ങ് നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ശ്രുതിനെയും കൂടെയാണ് കാണിക്കുന്നത്. ശ്രുതി ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ സാരിയൊക്കെ ഉടുത്ത് കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് ഇങ്ങനെ ചെല്ലുമായിട്ട് റൂമിലേക്ക് കയറി പാലൊക്കെ ആയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ പാലൊക്കെ കളയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയോട് ചന്ദ്രമതി പറയുന്നുണ്ട് അടുത്ത വർഷം ഞങ്ങൾക്ക് ഈ സമയത്തൊരു കുഞ്ഞിനെ തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞാണ് ഈ വീട്ടിൽ ആദ്യം ഓടി നടക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് ഇങ്ങനെ ചന്ദ്രമതി പറയുന്നൊക്കെയുണ്ട് മുന്നത്തൊരു ഈ സീനിൽ. അതേസമയം ഇങ്ങനെ ശ്രുതി റൂമിലേക്ക് ചെല്ലുവാണ്. ശ്രുതി റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ശ്രുതിക്ക് എന്നാ ചെയ്യണമെന്നറിയില്ല, ഓട്ടി വന്നിട്ട് വേഗം റൂമൊക്കെ ലോക്ക് ചെയ്തിടുക കേട്ടോ. അപ്പോഴത്തേക്കും വേഗം ലോക്ക് ചെയ്തിട്ട് ശ്രുതിനെ ഇങ്ങനെ കയ്യെ പിടിച്ച് ബെഡിൽ കൊണ്ടിരുത്തും. അപ്പോഴത്തേക്കും ശ്രുതിയൊക്കെ പറഞ്ഞു അയ്യോ പാല് പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാലൊക്കെ അവിടെ വെക്കാൻ പറയുന്നു. അപ്പോൾ പറയും അയ്യോ നീ എന്താ ഈ പാലൊക്കെ ആയിട്ട് വന്നേ, ഞാൻ നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് പറയാണ്. വെസ്റ്റേൺ കൾച്ചറിലുള്ളൊരു ഫസ്റ്റ് നൈറ്റൊക്കെയാണ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു ഞാൻ ഐസ്ക്രീം എടുത്തു വെച്ചിട്ടുണ്ടെന്നും അത് മെൽറ്റായി പോയി ഈ കാര്യമൊക്കെ പറയുന്നത്. അത് കുഴപ്പമില്ല, ഐസ്ക്രീം വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ട് പറയും നീ പോയി ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഈ സാരി ഒന്നും വേണ്ട, ഇങ്ങനെ മലേഷ്യയിൽ വളർന്ന നീ എന്താ ഇങ്ങനെ നാടൻ പെൺകുട്ടികളെ പോലെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അങ്ങനെ അവിടെ ആണെങ്കിൽ കൂടിയും എന്നെ അച്ഛനും അമ്മയും വളർത്തിയത് നാട്ടിലെ രീതിക്കാണ്, ഞാൻ എന്തായാലും ഒരു മലയാളിയല്ലേ, എനിക്കപ്പോൾ ഒരു നാടൻ രീതികളോടൊക്കെയാണ് ഇഷ്ടം എന്നും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് നീ മാറാൻ പറഞ്ഞ് ഒരു ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ. നിന്നെ ഞാൻ ഞെട്ടിക്കുന്നുണ്ട്, സർപ്രൈസ് ആക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും ഇത് മാറണോ, അത് മാറണമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുക, നീ പോയി മാറാൻ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് പറഞ്ഞു വിടുക കേട്ടോ, ഡ്രസ്സും കൊടുത്തു വിട്ടിട്ട്. അതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ നിന്നെ ഇനി ഞെട്ടിക്കുമെന്ന്. പക്ഷേ റൂമൊക്കെ ഭയങ്കരമായിട്ട് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ഭയങ്കരമായിട്ട് ഒരുക്കുന്നതാണ്. ശ്രുതി ഇങ്ങനെ ഒരുക്കുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ ശ്രുതി പോയി ഡ്രസ്സൊക്കെ മാറാൻ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അവരുടേതായിട്ടൊരു റൊമാൻറ്റിക് നിമിഷങ്ങളൊക്കെ ആയിട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതിയുടെ ആഗ്രഹം പോലെ റൂമൊക്കെ ഒരുക്കി പിന്നെ ഒരു വെസ്റ്റേൺ കൾച്ചറിലുള്ള ഒരു ഫസ്റ്റ് നൈറ്റൊക്കെയാണ് അവർ ആഘോഷിക്കുന്നത്. അപ്പോൾ അവരുടെ റൊമാൻസുകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്കി കഥയുമേ നമുക്ക് നാളെ കാണാം.